പെണ്ണുങ്ങള് എന്ത് ചെയ്യാൻ പറ്റൂല, എഴുത്ത് പഠിക്കല് പിന്നെ ഹറാമാന്ന് സമസ്ത തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടെങ്കിലേ ഞാനത് പറയുന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പൊ വർത്താനം പറയുന്നത്? കേട്ട ആൾക്കാരല്ല കണ്ടിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിക്കണ്. അവിടുന്ന് ഇവിടുന്ന് കേട്ടതുകൊണ്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ഞാനും കേട്ടീനി ഇഷ്ക് മദീന പറഞ്ഞ മാതിരി ആവുന്നില്ല. അത് കണ്ടിട്ടുണ്ടോ എന്നാ ചോദിച്ചു. ഇപ്പൊ ഫത്വ വായിക്കേണ്ടി വരും. ഇഷ്ക് മദീന അത് വായിക്കേണ്ടി വരും. എവിടെ കണ്ടാലും വേണ്ടില്ല. ഇഷ്ക് മദീനെ വെല്ലുവിളിച്ച് ഇഷ്ക് മദീന വന്നിട്ടാ. ഇഷ്ക് മദീന ആ ഒരു ഇതുണ്ട്, അതൊന്ന് വായിക്കി. എന്താ സമസ്ത അങ്ങനെ പറഞ്ഞോ? എന്ത് പെണ്ണുങ്ങൾക്ക് എഴുത്ത് പഠിക്കൽ ഹറാമാണെന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ടോ? മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഞാന് ഉണ്ട് പിന്നെ എന്ത് പറഞ്ഞ ഉസ്താദ് മനസ്സിലാക്കി ചെറിയൊരു മാറ്റമുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞ അങ്ങനെയുള്ള ഒരു ഭാഗം അറബി മലയാളത്തിലുള്ള ഒരു പുസ്തകത്തിന്റെ ഒരു ഭാഗം എന്റെ കയ്യിലുണ്ടായിരുന്നു. അത് എന്തെന്നാണ് എവിടുന്നാണെന്നൊന്നും എനിക്കറിയില്ല. സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല എന്നുള്ളൊരു അറബി മലയാളത്തിന്റെ ഒരു ഒരു ഭാഗം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഒന്ന് സെർച്ച് ചെയ്താൽ ഒരു പക്ഷേ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനത് സെർച്ച് ചെയ്ത് തീർച്ചയായിട്ടും തരും. കാരണം അത് എന്റെ അടുത്ത് ഉണ്ടാവാനുള്ള കുറെ കാരണങ്ങൾ ഉണ്ടാവുന്നുള്ള ഉസ്താദിന് അറിയാലോ. അപ്പോ അതിന്റെ കയ്യിലുണ്ട്. അത് എന്താണ് സത്യം എന്നുള്ളത് എനിക്കറിയില്ല. എവിടുന്നാണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അറബി മലയാളത്തിന്റെ ഒരു ഇതാണ്. ഒരു 5 വരികൾ മാത്രമുള്ള ഒരു പേജിന്റെ ഒരു ഭാഗമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ കണ്ടിട്ടുണ്ട്. അവറേജ് വിസ്പർ അടിക്കണ്. അവറേജ് ഞാൻ ഓപ്പൺ ആണല്ലോ അമ്പാ, ഇതിനാ വിസ്പർ അടിക്കണ്. അത് ശരി, ഞാനിത് ഓപ്പൺ ആണല്ല. അത് അൽബയാനാണ്. നമ്മളെ പഴയ മാസിക അൽബയാനായിരുന്നു കേട്ടോ. എന്താ കുറച്ചുകൂടെ നമ്മൾ അവറേജിന് PM ചെയ്യാൻ പറ്റണില്ലല്ലോ മിസ്കീൻ. അൽബയാനാണ്. അതിന് നിങ്ങളൊന്ന് റൈസെന്റ് ചെയ്യും, എന്നാ ഞാൻ PM ചെയ്യാം. ഓക്കെ, അതെ നമ്മളെ പഴയ അൽബയാനാണ്. അതില് ഹറാമാന്നൊന്നല്ല പറഞ്ഞത്. പക്ഷെ അവറേജ് രക്ഷയില്ല. റെസ്ട്രിക്റ്റഡ്. നിങ്ങൾ റെസ്ട്രിക്റ്റഡ് ആണ്, ആർക്കും സ്വീകരിക്കില്ല എന്നാ പറഞ്ഞത്. കറാഹത്ത് എന്നായില്ലുള്ളത്. അതെ നമ്മളെ ചങ്ങിലേരിക്കാരൻ സാഫി ചലാഹി ചങ്ങിലേരി എന്ന് പറഞ്ഞൊരു കിടക്കുന്നുണ്ട് മുജാഹിദില്. മൂപ്പരീന്റെ കഷ്ണം കൊടുത്തു. കറാഹത്താണെന്ന് ഈ യോഗം വിലയിരുത്തുന്നു എന്നായില്ലുള്ളു. എന്നിട്ട് ഇയാൾ ആദ്യം തന്നെ പറയണ എന്താ അറിയോ? ഹറാമാക്കിന്ന സമസ്ത ഹറാമാക്കിന്ന അതിന്റെ മേലെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ കഷ്ണം കൊടുത്തതോ അതിൽ കൊടുത്തതിൽ തന്നെ ഹറാമാന്നല്ലുള്ളത്, കറാഹത്താണെന്ന. ഈ കറാഹത്താണെന്ന് ഈ യോഗം വിലയിരുത്തുന്നു, തീരുമാനിക്കുന്നു എന്ന അൽബയാനിൽ സമസ്ത കൊടുത്തതാ. എന്താ പെണ്ണുങ്ങൾ എഴുത്ത് പഠിക്കുന്നതിനെ കുറിച്ച് ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? അതല്ലേ നമുക്ക് അതിൽ അറിയേണ്ടുള്ളൂ. ഈ എഴുത്ത് പഠിക്കുക ഓത്ത് പഠിക്കുക എന്ന് 2 പരിപാടിയാണ് ഉള്ളത്. എഴുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസം, ഓത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ദീനീ വിദ്യാഭ്യാസം. പഴയ കാലത്ത് പഴംവർത്താനത്തിലുള്ളൊരു വിഷയമാണത്. എന്ത് എഴുത്ത് പഠിക്കുക എന്നറിയും. ഓൻ എഴുത്ത് പഠിക്കാൻ പോയതാന്നറിയും. അതെന്തിനാ? ഭൗതിക വിദ്യാഭ്യാസത്തിന്. ഓൻ ഓത്ത് പഠിക്കാൻ പോയതാന്നറിയും. അതെന്തിനാ പറയുന്നത്? അത് ദീനീ വിദ്യാഭ്യാസത്തിന്. എന്നാൽ സ്ത്രീകൾ എഴുത്ത് പഠിക്കൽ കറാഹത്താണെന്ന് സമസ്ത അന്ന് പറഞ്ഞിട്ടുണ്ട്, അൽബയാനിൽ വന്നിട്ടുണ്ട്. ഇതെന്തിനാ സമസ്തന്റെ മേത്തേക്ക് താങ്ങണെന്ന് എനിക്ക് തിരിയാത്ത? ഈ വഹാബികള് സമസ്തന്റെ മേത്തേക്ക് താങ്ങല്ലേ? ഇത് ഇബ്നു ബാസ് പറഞ്ഞതല്ലേ? അത് ശരി. ഇബ്നു ബാസ് പറഞ്ഞതിനൊരു കുഴപ്പമില്ല. എനിക്ക് സമസ്തന്റെ മേത്തേക്ക് ഇങ്ങനെ വെച്ച് കെട്ടി തന്നെ. ഇബ്നു ബാസിനോട് ചോദ്യം, സുആൽ ഹൽ യജൂസു ലിൽ ഫതാത്തി അൻ തദ്റുസ ഫീ ബഅദ് തഖസ്സുസാത്തിൽ ഉലൂമിയ്യത്തി തബിഇയ്യ മിസ്ലുൽ കീമിയ വൽ ഫിസിയ വഗൈരിഹ. ഇതല്ലാതെ ഇങ്ങനെ ഈ പൊതുവായിട്ടുള്ള ഭൗതിക വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റൂലേ എന്നുള്ള ചോദ്യത്തിന് ലൈസ ലിൽ മർഅത്തി അത്തഖസ്സുസു ഫീമാ ലൈസ മിൻ ശഅനിഹാ. അവൾക്ക് ആവശ്യമില്ലാത്തത് പഠിക്കേണ്ടത് പെണ്ണിനില്ല. എന്നിട്ട് പറയാ വഅമാമഹൽ കസീറു മിന തഖസ്സുസില്ലതി തതനാസബു മഅഹ മിസ്ലു ദിറാസാത്തിൽ ഇസ്ലാമിയ്യ വഖവാഇദിൽ ലുഗത്തിൽ അറബിയ്യ. അറബി പഠിക്കുക,
ദീന് പഠിക്കുക, അങ്ങനത്തെ പണിയൊക്കെ ഓളെടുത്തോട്ടെ. അല്ലാണ്ട് പൊതുവിജ്ഞാനം, ദുന്യവിയായ കാര്യങ്ങള്, ഭൗതിക വിദ്യാഭ്യാസം അതൊന്നും പെണ്ണിന് പഠിക്കാൻ പാടില്ല. അമ്മ തഖസ്സുസാത്തുൽ കീമിയ വൽ ഹന്ദസ വഇമാറാത്തും ഫലാ തനാസുബുഹ വയംബഗി അൻ തഖ്താറ മാ യൻഫഉഹ വയൻഫഉ മുജ്തമഅഹ. വളരെ വ്യക്തമായി മൂപ്പര് പറയാണ്, പെണ്ണിന് അതൊന്നും പറ്റൂല. ഇത് ഇബ്നു ബാസ് പറയാണ്. ഇബ്നു ബാസിന്റെ ഫത്വ അതിന്റെ 24-40 വളരെ വ്യക്തമായിട്ട് പറയാണ് പെണ്ണിന് പഠിക്കാൻ പറ്റൂല. എന്നിട്ട് പറയാ സമസ്ത ഇത് പഠിക്കാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്, കറാഹത്താന്നാ പറഞ്ഞത്. കറാഹത്താന്നാ പറഞ്ഞത് സമസ്ത അല്ലേ? ഇതിന് സമസ്ത ഇത് വെറുതെ പറയണല്ല. ജബാദിയ ഒന്ന് മൈക്കെടുത്തോളൂ. നമ്മളെ ജബാദി എന്ന് പറഞ്ഞാലേ ഞങ്ങളെ ഇവിടെയൊക്കെ അൽമറായിന്റെ തൈരിന് പറയണ പേരാണ് ജബാദി. അറബികളെ അൽമറായിന്റെ തൈരിന് പറയുന്നത് ജബാദി. എന്തായാലും സുഹൃത്ത് തണുപ്പിലാന്ന് തോന്നുന്നു. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ് ഖാലത്ത്, മഹദി അവർ പറയാണ്, ഖാല റസൂലുള്ളാഹ്, നബി തങ്ങൾ പറഞ്ഞു, ലാ തൻസിലൂഹുന്നൽ ഗുർഫ വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ, പെണ്ണിന് എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല. ഉണ്ടോ ഹദീസ്? പെണ്ണിന് എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല. ഹാക്കിമു മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ഹദാ ഹദീസുൻ സഹീഹുൽ ഇസ്നാദ്. മഹാനായ ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ പറയുന്നു. സമസ്ത മനസ്സിലാക്കിയെടുത്ത് എന്താ തെറ്റുള്ളത്? ഇതേ ഹദീസ് ഇമാം തബറാനി മുഅ്ജമിൽ ഉദ്ധരിക്കുന്നു, മുഅ്ജമുൽ ഔസത്തില്. ഇതേ ഹദീസ് മജ്റൂഹീനിൽ ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്നു. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് വഹാബിയുടെ വലിയ നേതാവ് ഇബ്നു മറ്റേ ഷൗക്കാനി അദ്ദേഹത്തിന്റെ നെയ്ലുൽ ഔത്താർ എന്ന കിതാബിൽ പറയുന്നത് കാണാം, ഫീഹി ദലീലുൻ അലാ ജവാസി തഅലീമുൻ നിസാ അൽ കിതാബ. പെണ്ണിന് ഒരു ഹദീസ് വിശദീകരിച്ച് പറയാൻ പോലും അതില് പെണ്ണിന് എഴുത്ത് പഠിക്കൽ ജായിസാണെന്ന അഭിപ്രായം ദലീൽ അതിനുള്ള ഭാഗം അതിലുണ്ട്. ഫന്നഹിയു, ചില ഹദീസിൽ നെഹിയും വന്നിട്ടുണ്ട്. അനിൽ കിതാബത്തിന് തൊട്ട് എഴുത്ത് പഠിക്കലിന് തൊട്ട് പെണ്ണിനെ തടയുന്ന ഹദീസും വന്നിട്ടുണ്ട്. അത് മഹ്മൂലുൻ അലാ മൻ യഖ്ശാ തഅലീമുഹൽ ഫസാദ്, അത് പഠിപ്പിക്കുന്നതിനാൽ ഫസാദ് ഭയപ്പെടുമ്പോഴാണ് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാ പറഞ്ഞത്? നെയ്ലുൽ ഔത്താർ ഷൗക്കാനിയാണ് പറയുന്നത്. അപ്പോ പെണ്ണ് ഓത്ത് അടിക്കാൻ പോകുന്നതുകൊണ്ട് പ്രയാസം വരികയാണെങ്കിൽ അത് പാടില്ല. ഇത് നെഹിയ ഹറാമിന് ചുമഴ്ത്തുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഹറാമിന് നെഹിയ ചുമഴ്ത്തുമ്പോഴാണ് ഇത് പാടില്ല. സമസ്ത ഹറാമാന്ന് പറയുന്നില്ല. അത് പറഞ്ഞിരിക്കുന്ന ആളാരാണ്? ഇബ്നു ബാസാണ് ഹറാമ് പറഞ്ഞിരിക്കുന്നത്. സമസ്ത പറഞ്ഞത് കറാഹത്താണ്. ചെയ്താൽ കുറ്റുണ്ട് എന്നല്ല, ഒഴിവാക്കലാണ് നല്ലത്. മനസ്സിലായില്ല? പെണ്ണിനെ എഴുത്ത് പഠിപ്പിക്കുക എന്നുള്ളത്, ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കൽ ഒഴിവാക്കലാണ് നല്ലത് എന്നാണ്. ആ കാലഘട്ടത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, ഇന്ന് വരെയുള്ള കാലഘട്ടത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത എടുത്ത തീരുമാനം, അത് മുൻഗാമികളായ അഇമ്മത്തിന്റെ തീരുമാനമാണ്. പക്ഷെ അഇമ്മത്തിൽ പലരും അത് ഹറാമാന്ന് പറഞ്ഞു. കാലഘട്ടം ഫിത്നയാകുമ്പോൾ ഹറാമാക്കണം എന്നാണ് ഷൗക്കാനി അടക്കം പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് പറയുന്നത്? മുല്ല അലിയുൽ ഖാരി മിർഖാത്തിൽ പറയുന്നത് കാണാം. മിർഖാത്തിൽ യഹ്തമിലു സാധ്യത അൻ യകൂന ജായിസൻ ലിസലഫി, സലഫിന് ആദ്യത്തെ 3 നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് ആ എഴുത്ത് പഠിക്കൽ ജായിസാണ്. ദൂനൽ ഖലഫി, അതിനുശേഷമുള്ളവർക്ക് ജായിസ് അല്ല. ലി ഫസാദിൻ നിസ്വാനി ഫി ഹാദ സമാൻ, ഈ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്ക് ഒരുപാട് ഫിത്ന ഉണ്ട്. അതുകൊണ്ട് തന്നെ പാടില്ല, എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് മുല്ല അലിയുൽ ഖാരി പറയുന്നത്. എന്നിട്ട് സമസ്ത എന്ത് പറഞ്ഞില്ല? അത് ഹറാമാന്ന് പറഞ്ഞില്ല. കാരണം എന്തുകൊണ്ട്? സമസ്ത എടുക്കുന്നത് തീരുമാനമാണ്, അത് നല്ലതല്ല. കാരണം ഇമാമിങ്ങളിൽ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറാഹത്താണ് സമസ്ത എന്നിട്ടും പറയുന്നത്, ഹറാമാന്ന് പറഞ്ഞില്ല. വഹാബികൾ പറയുന്നതോ പാടില്ല എന്ന് തന്നെയാണ്. വഹാബികൾ പഠിപ്പിക്കുന്നതോ പാടില്ല എന്നാണ്. എന്നാൽ സമസ്ത എടുത്ത തീരുമാനം എന്താ? അത് കറാഹത്താണെന്നാണ്. ഇബ്നു ബാസ് പറഞ്ഞിരിക്കുന്നത് ഹറാമാണെന്നാണ്. മനസ്സിലായില്ലേ? ഇതിനുള്ള രേഖ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും അത് നല്ലതല്ല, ഒഴിവാക്കപ്പെടേണ്ടതാണ്, ഹറാമാന്ന് പറഞ്ഞ ആളുകളുണ്ട്. കറാഹത്താണ്. സമസ്ത എടുത്തായില്ലേ എന്ത്? അത് നല്ലതല്ല.
എന്തായാലും പെണ്ണിന് ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തിട്ട് അതിനുവേണ്ടി അയച്ചു വിടുക എന്നുള്ളത് അത് നല്ലതല്ല. ഈ എടുത്ത തീരുമാനത്തിൽ എവിടെ തെറ്റ്? ഇത് സലഫിന്റെ മാർഗത്തിലും ഹലഫിന്റെ മാർഗത്തിലും ഒക്കെ ഉള്ള ഒരു തീരുമാനമല്ല പറഞ്ഞത്. പക്ഷെ ഹറാമാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഭവിഷ്യത്ത് വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ദീർഘകാന്ത ബുദ്ധിയുള്ള സൂക്ഷ്മതയുള്ള പണ്ഡിത മഹത്തുക്കളായ സമസ്തയുടെ ആലിമീങ്ങൾ അത് കറാഹത്താണെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. വിഷയം മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇത്രയും നേരം പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? സമസ്ത ഇത് ഹറാമാന്ന് പറഞ്ഞിട്ടില്ല, ഒഴിവാക്കലാണ് നല്ലത് എന്നാ പറഞ്ഞത്. ആ പറഞ്ഞതിനുള്ള കാരണം എന്താണ്? അതിങ്ങനെ ഹദീസുകളിൽ കാണുന്നു. അത് മാത്രമല്ല, അത് പറഞ്ഞതുപോലെ പറഞ്ഞില്ല, മറിച്ച് സമസ്ത പറഞ്ഞു അത് ഒഴിവാക്കലാണ് നല്ലത്. ഈ അടിസ്ഥാനത്തിൽ കറാഹത്താണ്, ചെയ്താൽ കുറ്റയില്ല, പക്ഷെ ഉപേക്ഷിക്കലാണ് അത്യുത്തമം കൂലിയുള്ളത് എന്നാണ് സമസ്ത പറഞ്ഞ നിയമം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.